ഹലോ ഫ്രണ്ട്സ്, എന്നിലെ വീട്ടമ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. വിവിധ വകുപ്പുകളിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ്, കൃഷി വകുപ്പിൽ അഗ്രികൾച്ചറൽ അസിസ്റ്റൻറ്റ് തസ്തികകളടക്കം 46 കാറ്റഗറികളിലേക്കാണ് വിജ്ഞാപനം ഇറങ്ങിയത്. LGSൻ്റെ കാറ്റഗറി നമ്പർ 535/2023. എല്ലാവരും വേഗം തന്നെ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക. എക്സാമിനുള്ള യോഗ്യത 7ാം ക്ലാസ് പാസ്സായിരിക്കണം. എന്നാൽ ബിരുദം നേടിയെടുക്കാൻ പാടില്ല. അതായത് ഡിഗ്രി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. യോഗ്യതയുള്ളവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. LGS എക്സാമിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 17/1/2024. 2024 ജനുവരി 17 വരെ LGS എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. ആരും അവസാന ഡേറ്റിലേക്ക് കാത്തു നിൽക്കേണ്ടതില്ല. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അവസാനത്തെ ഡേറ്റൊക്കെ ആകുമ്പോഴേക്കും നെറ്റ് ജാമായി വരും. അപ്പോൾ നമ്മുടെ അവസരം അവിടെ നഷ്ടപ്പെട്ടേക്കാം ചിലപ്പോൾ. അപ്പോൾ വേഗം തന്നെ അപ്ലൈ ചെയ്യുക. എക്സാമിൻ്റെ പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിൻ്റെ ശമ്പളം വരുന്നത് 23,000 മുതൽ 50,200 വരെയാണ്. ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എക്സാം നടത്തണമെങ്കിൽ ഒരു 6 മാസം എന്തായാലും എടുക്കും. LGS എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഇനിയുള്ള 6 മാസം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നന്നായി തന്നെ പഠിക്കുക. LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ആദ്യം തന്നെ LGS എക്സാമിൻ്റെ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിലെ ഓരോ ഭാഗവും നന്നായി പഠിക്കുക. പഠിക്കുന്ന കാര്യം നല്ല വൃത്തിക്ക് പഠിക്കാൻ ശ്രമിക്കുക. ഇന്ന് പഠിക്കുന്ന കാര്യം നാളെ അത് റിവിഷൻ ചെയ്തതിന് മാത്രം പുതിയ കാര്യം പഠിക്കുക. റിവിഷൻ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ എക്സാം വരെ നമ്മുടെ തലയിൽ അത് നിൽക്കുകയുള്ളൂ. 100 മാർക്കിലാണ് നമുക്ക് എക്സാം ഉണ്ടാവുക. പൊതുവിജ്ഞാനം 40 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും 20 മാർക്ക് എന്നിങ്ങനെയാണ് LGS എക്സാമിൻ്റെ മാർക്ക്. ഇംഗ്ലീഷും മലയാളവും നമുക്കിവിടെ ഇല്ല. മാത്സ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 20 മാർക്ക് വാങ്ങിച്ചെടുക്കാവുന്നതാണ്. മാത്സിന് വേണ്ടിയിട്ട് നമുക്ക് ജെറിൻ സാറിൻ്റെ ക്ലാസ്സുകൾ നോക്കാവുന്നതാണ്. ജെറിൻ സാറ് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് നമുക്ക് മാത്സ് ക്ലാസ്സുകൾ തരുന്നുണ്ട്. കൂടാതെ ടെലിഗ്രാമിൽ LGS എഴുതുന്ന കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് തന്നെ ജെറിൻ സാർ മാത്സിനു വേണ്ടി ട്രിക്ക് LGS എന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. LGS എക്സാം എഴുതുന്നവർ തീർച്ചയായും ടെലിഗ്രാമിലെ ട്രിക്ക് LGS എന്ന് പറയുന്ന ചാനൽ അംഗമാകുക. ചാനലിൽ LGSൻ്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ബേസിക് തൊട്ട് തന്നെ നമുക്കതിൽ പഠിച്ചെടുക്കാവുന്നതാണ്. മാത്സ് പഠിക്കുമ്പോൾ വർക്കൗട്ട് ചെയ്തു തന്നെ പഠിക്കുക. എല്ലാ ദിവസവും ഒരു മാത്സെങ്കിലും ചെയ്ത് നോക്കാതിരിക്കരുത്. പൊതുവേ മാത്സ് പഠിക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും. അപ്പോൾ അത് ചെയ്ത് പഠിക്കുമ്പോഴേ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ കഴിയൂ. മാത്സ് എഴുതി തന്നെ പഠിക്കുക. ഫീ അടച്ച് കോച്ചിങ്ങിന് ചേരാൻ കഴിയാത്തവരാണെങ്കിൽ തീർച്ചയായും ടെലിഗ്രാം, യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയകളിൽ നിന്നും ഫ്രീ ക്ലാസ്സുകൾ പഠിക്കുക. തീർച്ചയായും നിങ്ങളൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വാങ്ങുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ ഇരുന്ന് പഠിക്കാനുള്ള ടൈം അധികം ഉണ്ടാവില്ല. എടുക്കുമ്പോൾ ഹെഡ്സെറ്റ് വെച്ച് നമുക്ക് ഓരോ ക്ലാസ്സുകളും കേട്ടുകൊണ്ടിരിക്കാം. പണി ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓഡിയോ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ട് പഠിക്കുന്നത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാനൊരു വീട്ടമ്മയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പണിക്കിടയിൽ ഹെഡ്സെറ്റ് വെച്ച് ക്ലാസ്സുകൾ കേൾക്കുന്നത് എനിക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. ആദ്യമൊക്കെ ഒന്നും മനസ്സിലാവില്ല. 2-3 തവണ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കും. പറ്റുവാണെങ്കിൽ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വാങ്ങാൻ ശ്രമിക്കുക. LGS എക്സാം എഴുതാൻ പോകുന്നവർ തീർച്ചയായും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. ആദ്യം ക്വസ്റ്റ്യനൊക്കെ പഠിച്ചതിന് ശേഷം OMR ഷീറ്റിൽ തന്നെ എക്സാം എഴുതി നോക്കാനും ശ്രമിക്കുക. OMR ഷീറ്റിൽ നമ്മൾ എക്സാം എഴുതി പഠിക്കുന്നത് വളരെയധികം മെയിൻ എക്സാമിന് നമുക്ക് പ്രയോജനപ്പെടും.
കഴിയുന്നതും കറണ്ട് അഫെയർ അന്നേ ദിവസത്തെ അന്നൊന്നു തന്നെ പഠിക്കാൻ നോക്കുക. കഴിഞ്ഞ 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞ LGS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും തീർച്ചയായും നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് 5 മുതൽ 10 വരെയുള്ള SCERT പാഠഭാഗങ്ങൾ പഠിക്കുക എന്നുള്ളത്. യൂട്യൂബിൽ തന്നെ SCERT പാഠഭാഗങ്ങളും ക്വസ്റ്റ്യൻസും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോക്കുക. അതുപോലെ തന്നെ എൻട്രി ആപ്പിലും ഫ്രീ ആയിട്ട് SCERT ക്വസ്റ്റ്യൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതും പ്രയോജനപ്പെടുത്തുക. സിലബസ് നോക്കി തന്നെ നന്നായി പഠിക്കുക. മനസ്സിൽ നിന്ന് ആദ്യം എക്സാമിൻ്റെ പേടി ഒഴിവാക്കുക. പേടിയോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. പേടി ഒഴിവാക്കി കിട്ടാവുന്ന സമയം നന്നായി പ്രയോജനപ്പെടുത്തുക. പ്രത്യേകിച്ച് അമ്മമാരാകുമ്പോൾ കുട്ടികൾ ഉറങ്ങിയതിന് ശേഷവും പഠിക്കാൻ പറ്റുക. അതുപോലെ കുട്ടികൾ എണീക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എണീറ്റ് പഠിക്കുകയും വേണം. മാക്സിമം അമ്മമാർ ഒരു 2 മണിക്കൂറെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. ചെറിയ കുട്ടികളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ ആ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നതാണ്. നേരത്തെ രാവിലെ എണീറ്റിട്ട് കുറച്ച് ടൈം പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം വീട്ടുപണികൾ എടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വീട്ടുപണി ചെയ്യുമ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ച് ഓഡിയോ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുക. അത് നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നേടിയെടുക്കാനായി ഇനിയുള്ള 6 മാസം നന്നായി തന്നെ പരിശ്രമിക്കുക. മടിയൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും അത് മാറ്റിവെക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജോലി, ആ സ്വപ്നം നിങ്ങളിലേക്ക് വരണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ പരിശ്രമിച്ചേ പറ്റൂ. ഇതെൻ്റെ പഠനത്തിൻ്റെ പുതിയൊരു തുടക്കമാണ്. വിജയം കാണാതെ ഞാൻ പിന്മാറില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ പഠിക്കുക. എല്ലാവരും LGS എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക വേഗം തന്നെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.